ഈശോയിൽ സ്നേഹിക്കപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ രൂപതയുടെ 25ാം വാർഷികം സിൽവർ ജൂബിലിയായി നാം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ജൂബിലി ആഘോഷങ്ങളുടെ പ്രധാനമായ ലക്ഷ്യം നമ്മുടെ വിശുദ്ധീകരണവും, നമ്മുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണവും, നമ്മുടെ നാടിൻ്റെ, ഈ രാഷ്ട്രത്തിൻ്റെയും ഒക്കെ വിശുദ്ധീകരണവുമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിന് വിവിധങ്ങളായ പരിപാടികൾ നാം ഈ ജൂബിലി വർഷത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിൻ്റെ ആത്മീയമായ നവീകരണവും വിശുദ്ധീകരണവും. ആത്മീയമായ ഉണർവിലൂടെ നമുക്ക് ഒരു പുതിയ നാളെയെ കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് ഈ ജൂബിലി വർഷം കൊണ്ട് സാധിക്കട്ടെ. ഈ അവസരത്തിൽ നിങ്ങളെ പ്രത്യേകമായി ഞാൻ ക്ഷണിക്കുന്നത്, നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ നമ്മളുടെ കുടുംബങ്ങളെയും വ്യക്തിഹൃദയങ്ങളെയും വിശുദ്ധീകരിക്കുന്നതിനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ്. മാതാവിൻ്റെ വിമല ഹൃദയത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു കർമ്മ പദ്ധതി നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ വയ്ക്കുകയാണ്. ഈ നവംബർ മാസം 5-ാം തീയതി മുതൽ നാം പ്രത്യേകമായ പ്രാർത്ഥനകളോടെയും ധ്യാനങ്ങളിലൂടെയും വായനകളിലൂടെയും ധ്യാന പ്രസംഗങ്ങളിലൂടെയും നാം മാതാവിന് പ്രത്യേകമായി പ്രതിഷ്ഠിക്കുകയും ഈ ഡിസംബർ 8-ാം തീയതി മാതാവിൻ്റെ അമലോത്ഭവ തിരുനാള് വളരെ മോടിയായി ആഘോഷിച്ചുകൊണ്ട് ഈ വിമല ഹൃദയത്തിൻ്റെ പ്രതിഷ്ഠ നാം പൂർത്തീകരിക്കുന്നതുമാണ്. നമ്മെ നാമാക്കി തീർക്കുന്നതിൽ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ നമ്മെ നയിക്കുന്നതിന് നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയം വഹിച്ചിട്ടുള്ള നിസ്തുലമായ പങ്ക് നാം എല്ലാവരും അനുഭവിച്ചിട്ടുള്ളവരാണ്. ആ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ ശ്രമിക്കാം. വിശ്വാസത്തിലൂടെ സഞ്ചരിച്ച പരിശുദ്ധ അമ്മ ആ വിശ്വാസത്തിൻ്റെ മാതൃകയായി നമ്മുടെ കൺമുമ്പിൽ നിൽക്കുകയാണ്. ഈ ജൂബിലിയുടെ ആപ്തവാക്യമായി നാം സ്വീകരിച്ചിരിക്കുന്നത് തന്നെ വി വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. കാഴ്ചയോണ്ടല്ല മാതാവ് സഞ്ചരിച്ചിരുന്നത്, പിന്നെയോ വിശ്വാസം കൊണ്ടാണ് മാതാവ് സഞ്ചരിച്ചിരുന്നത്. അപ്രകാരമുള്ള ഒരു ക്രൈസ്തവ ജീവിതം നമുക്കും ഉണ്ടാകുവാനായിട്ട് ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് പരിശ്രമിക്കാം. നമ്മെ എപ്പോഴും കാത്തു പരിപാലിക്കുന്ന, നമ്മെ വളർത്തുന്ന ആ നല്ല അമ്മയുടെ മധ്യസ്ഥതയിലും ആ അമ്മയുടെ സംരക്ഷണത്തിലും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ കുഞ്ഞുമക്കളും വളരുവാൻ ഇടയാകട്ടെ. ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ലഭ്യമാണ്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അതിൽ പങ്കാളികളായി ചേർന്നുകൊണ്ട് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിൽ പങ്കുചേരുക. നിങ്ങൾക്കേവർക്കും സ്വാഗതം.